പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് പരിശോധന നടത്തുകയാണ്. ഈ ട്രെയിനിൽ ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിനിൽ കുട്ടിയുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. പോലീസ് ട്രെയിനിൽ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരോണ എക്സ്പ്രസിൽ പോലീസ് പരിശോധനയിലാണ്. ഒരു പരിശോധനയും എങ്ങും നിർത്തിയിട്ടില്ല. വിവിധ ടീമുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരു പുതിയ ടീം യെസ്, നിങ്ങൾ പറഞ്ഞ വളരെ. അതായത് നമ്മൾ ഇതുവരെ കുട്ടി കഴിഞ്ഞു പോയത് നമുക്ക് കിട്ടിയില്ലായിരുന്നു CCTV ദൃശ്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ വീടിനടുത്ത് എവിടെയെങ്കിലും കുട്ടി മാതാപിതാക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒഴിഞ്ഞ സ്ഥലങ്ങളിലോ കുട്ടിക്ക് അപായം വരുന്നതിൽ കിണറിലോ പൊട്ടക്കിണറിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇതുവരെ നോക്കിയത്. അപ്പോൾ കുട്ടി നടന്നു പോയത് ആ പോയിന്റ് കഴിഞ്ഞു പോയതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പോയിന്റിൽ നിന്ന് മെനിനെ എടുത്ത് ലൈനിലേക്ക് മാറ്റി. ട്രെയിനിൽ നിന്നുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മാത്രമേ കൺഫർമേഷൻ വരൂ അല്ലേ? അല്ല, പോലീസ് ട്രെയിൻ ഇപ്പം മീൻ ടൈം അവിടെ പാലക്കാട് DCP അദ്ദേഹം പാലക്കാട് ASP മാഡമായിട്ട് സംസാരിച്ചു, റെയിൽവേ SP ആയിട്ട് സംസാരിച്ചു. ഒരു സംശയമുണ്ട് അവിടുത്തെ പോലീസിന്. അല്ല, ഒരു സംശയം. അത് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന അതായത് കുട്ടി ആസാമിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആസാമിലേക്ക് പോകുന്ന ട്രെയിനകത്ത് ചെക്ക് ചെയ്യണമല്ലോ. അതാണ് അതിനകത്തുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഒരു ആക്സസ് ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ നോക്കിയിട്ട് കൂടുതൽ വിവരങ്ങൾ തരും. ഇപ്പോൾ ഇവിടുന്ന് എവിടെ വരെയുള്ളത് കിട്ടി? ആ ഒറ്റൊന്ന് മാത്രമേ കിട്ടുള്ളൂ. അതിനെ തുടർന്നുള്ള CCTV ദൃശ്യങ്ങൾ എനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തേക്ക് പോയി ഒരു സംശയം? ഇവിടുന്ന് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ശരി, അതെ, കറക്റ്റാണ്. അതെ, മറ്റുള്ള SIമാരെല്ലാം തന്നെ ഇതിനെ ബേസ് ചെയ്ത് കിട്ടും. CCTV കിട്ടും. എവിടെന്നെങ്കിലും കയറുന്ന ആ ഭാഗങ്ങൾ കിട്ടും. ആ രീതിയിൽ നമുക്ക് പോകാൻ ഡയറക്റ്റ് ചെയ്യാം. ഒരിക്കലും തെരച്ചിൽ നിർത്തിയില്ല. നമുക്ക് ആ കുട്ടി ആ പരിസരത്തില്ല എന്ന് നമുക്ക് കൺഫേമായി. അതുകൊണ്ടാണ് അവിടെ നിന്നുള്ള പോലീസിനെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക്, അതായത് നമുക്കൊരു ചെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ കയറിപ്പോയതോ ബസ് കയറിപ്പോയതോ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നതോ ആയ CCTV കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അതേസമയം അവിടെ ട്രെയിനിലെ പരിശോധന തുടരുകയാണ് പാലക്കാട്. ഉറപ്പാണ്. താങ്ക് യു. ഒരു പ്രതീക്ഷയാണ് റോഷ്നി ഇപ്പോൾ പങ്കുവെച്ചത്. അതായത് ട്രെയിനിനകത്തുണ്ട് എന്ന ഒരു പ്രതീക്ഷ അതേതാണ്ട് കൺഫേം ആണെന്നുള്ള നിലയിൽ വിവരം കിട്ടിയപ്പോഴാണ് അവിടുന്ന് പരിശോധന പൂർണ്ണമായി ഇങ്ങോട്ടേക്ക് മാറുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ ACP ആണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. കഴക്കൂട്ടം അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് നിയാസാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. എന്തായാലും ഇവർക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ അവിടുത്തെ പോലീസ് സംഘം ഇവിടുത്തെ പോലീസ് സംഘത്തെ ഒഫീഷ്യലായത് അറിയിച്ചാൽ മാത്രമേ ഇവർക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. ഏതായാലും നമ്മൾ നേരത്തെ ACPയോട് തന്നെ ചോദിച്ചതുപോലെ അവിടുത്തെ പോലീസ് സംഘം ഏതാണ്ട് പൂർണ്ണമായും തെരച്ചിൽ അവിടെ അവസാനിപ്പിച്ച് ഇങ്ങോട്ടേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ പോലീസിൻ്റെ തെരച്ചിലാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല അതെ, സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് കുട്ടി എത്തിയോ എന്ന്, അതായത് കുട്ടി തെക്കോട്ട് പോയി എന്ന് അതായത് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോയി എന്ന് നമുക്ക് സൂചനകൾ കിട്ടിയത് പ്രകാരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഏത് ട്രെയിനിൽ പോയി കയറിപ്പോയി എന്ന് അറിയാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ എവിഡൻസ് കണക്ട് ചെയ്യാനാണ് നോക്കുന്നത്. ആയില്ല. ഇത് തന്നെയാണ്. അതായത് കൺഫർമേഷനിലേക്ക് കടന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൺഫർമേഷൻ എന്നുള്ളത് അവിടുത്തെ പോലീസ് ടീം ഇവിടുത്തെ പോലീസ് ടീമിനെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്നുള്ള പരിശോധന ഏതാണ്ട് പൂർണ്ണമായി പോലീസ് നിർത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ട്രെയിനിനകത്ത് ഈ കുട്ടിയെ പോലെയുള്ള അല്ലെങ്കിൽ കുട്ടിക്ക് സമാനമായ കുട്ടി തന്നെ എന്ന് സംശയിക്കുന്ന ഒരാളെ കണ്ടിട്ടുമുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഒരു കോൺഫിഡൻസ്. ഇപ്പോൾ പോലീസിനൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അത് അതിൻ്റെ ഭാഗമായി തന്നെയായിരിക്കണം. ഇനിയിപ്പോൾ അവിടെ നിന്ന് കൺഫർമേഷൻ വന്നാൽ ഇക്കാര്യം പറയും എന്നാണ് അറിയിക്കുന്നത്. അവിടുത്തെ ട്രെയിനിലും ഇതേ സമയം തന്നെ പോലീസ് സംഘമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. നേരത്തെ തെരച്ചിലിനൊക്കെ നേതൃത്വം നൽകിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരാണ് ഇവിടെ ഇപ്പോൾ പോലീസ് സംഘത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നേരത്തെ അവിടെ നമ്മൾ കണ്ടിരുന്ന പോലീസ് വാഹനങ്ങളെല്ലാം ഏറെക്കുറെ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ പോലീസിന് ഒരു സ്ഥിരീകരണമില്ലാതെ അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല, ഒഫീഷ്യലായി സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു സംശയം, ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം തന്നെ പോലീസ് സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ തെരച്ചിൽ അവസാനിപ്പിച്ച് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നാട്ടുകാരും പ്രദേശവാസികളും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് നേരത്തെ പരിശോധന അവിടെ തെരച്ചിൽ നടത്തിയിരുന്നത്. അവരാണിപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിലൊരു കൺഫർമേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്ന് ആ ട്രെയിൻ എത്തിയിട്ടുള്ള ട്രെയിനിൽ പരിശോധന നടത്തുകയാണ് പോലീസ് സംഘം ആ ട്രെയിനിലുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൻ്റെ ഒരു വശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടി ആ ട്രെയിനിലുണ്ടോ എന്നുള്ളത് കാര്യം പരിശോധിക്കുകയാണ് പോലീസ്. കുട്ടി അതിലുണ്ടെന്നുള്ളൊരു
വിവരത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ആ സംശയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. പോലീസ് സംഘം പാലക്കാട് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിലുണ്ട്. ട്രെയിനിന്റെ അകമെല്ലാം പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ACP ആണ് നേരത്തെ നമ്മളോട് സംസാരിച്ചത്. അതായത് സ്ഥിരീകരിച്ചുകൊണ്ടൊരു വിവരം പറയാൻ കഴിയില്ലെങ്കിലും ഒരു സംശയമുണ്ട്, ആ ട്രെയിനിൽ കുട്ടി ഉണ്ടോ എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വൈകിട്ടോടു കൂടിയാണ് പോലീസിന് ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തി പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനകളെല്ലാം ഉണ്ടായിരുന്നു. റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരച്ചിലിൽ റെയിൽവേ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നിർണായകമായ സൂചനകൾ പോലീസിന് ലഭിച്ചത്. കുട്ടി ട്രെയിനിലുണ്ടോ എന്നുള്ള സംശയം, അസാമിലേക്കുള്ള ട്രെയിനിൽ കുട്ടി ഉണ്ട് എന്നുള്ളൊരു സൂചനകൾ പോലീസിന് ലഭിച്ചു. അതിൻ്റെ ഭാഗമായി ട്രെയിനിൽ പരിശോധന നടത്തുകയായിരുന്നു പോലീസ്. ട്രെയിൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ആ ട്രെയിനിനുള്ളിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാണാതായ 13-കാരിക്കായുള്ള തിരച്ചിലിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കുട്ടി പോലീസിന്റെ കൈവശമില്ല, പക്ഷേ ആ ട്രെയിനിൽ കുട്ടി ഉണ്ടോ എന്നുള്ള സൂചനകൾ നിർണായക മണിക്കൂറുകൾ തന്നെയാണ് ഇനിയുള്ളത്. കുട്ടിയെ എത്രയും വേഗം കണ്ടെത്തണം, കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറണം. അതിനായുള്ള തിരച്ചിലിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ 13-കാരിക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിൽ നിർണായകമെന്ന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമെന്ന് പറയുന്നത് ഒരു വശത്തായി ട്രെയിനിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് പരിശോധിക്കുകയാണ്. പരിശോധനയിൽ കുട്ടിയുണ്ട് എന്ന് ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കുട്ടിയെ പോലീസ് കണ്ടെത്തുമോ എന്നുള്ള കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്. ഉദ്വേഗം നിറഞ്ഞ ഏതാനും മിനിറ്റുകൾ തന്നെയാണ്. നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ പോലീസ് പരിശോധന നടത്തുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലായിരുന്നു. രാവിലെയോടുകൂടി ഈ കുട്ടിയെ കാണാതാവുന്നു. പരാതി ലഭിച്ചത് വൈകിട്ടോടുകൂടിയാണ്. അപ്പോൾ മുതൽ പോലീസ് ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ചും പരിശോധന നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു. മിനിറ്റുകൾക്ക് മുൻപ് കുട്ടി നടന്നു പോകുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. പിന്നീടാണ് റെയിൽവേ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കുട്ടി ട്രെയിനിലുണ്ട് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പോലീസിന് സൂചനയായി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിലാണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, പോലീസിന്റെ പരിശോധന എന്തായി? എത്രയും വേഗം കുട്ടിയെ ട്രെയിനിനുള്ളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. എന്തായി പരിശോധന? റോഷൻ, നിലവിൽ ഇപ്പോഴും ഇക്കായുള്ള പരിശോധന ഈ ട്രെയിനിൽ തുടരുകയാണ്. നിലവിൽ ഉദ്യോഗസ്ഥർ കയറിയിരിക്കുന്നത് അരുണ എക്സ്പ്രസിൻ്റെ AC 3 ടയർ കമ്പാർട്ട്മെൻറ്റിനകത്താണ്. നമുക്കൊരു പക്ഷേ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാൻ കഴിയും. ഉദ്യോഗസ്ഥർ ഈ ട്രെയിനിൻ്റെ മുഴുവൻ ഭാഗത്തും പരിശോധന നടത്തുകയാണ്. നേരത്തെ കൺട്രോൾ റൂമുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ അവർ വിവരം നൽകിയിരുന്നത് ട്രെയിനിൻ്റെ അകത്ത് TT ഉൾപ്പെടെയുള്ളവർ ഇല്ല, ക്ഷമിക്കണം, ട്രെയിനിൻ്റെ അകത്ത് എസ്കോർട്ട് സർവീസ് ഇല്ല, RPFൻ്റെ സേവനമില്ല. പകരം TTകളാണ് നേരത്തെ ഈ വിവരം കിട്ടിയത് മുതൽ ഈ ട്രെയിനകത്ത് പരിശോധന നടത്തിയിരുന്നത്. ഇപ്പോൾ ട്രെയിന് പാലക്കാട് എത്തിയിരിക്കുന്നു. ഇപ്പോൾ RPFനെയും പോലീസിനെയും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്.